സംഘപരിവാർ രാഷ്ട്രീയത്തെയും സംഘപരിവാറിനെയും നിരന്തരം വിമർശിക്കുന്ന ആളുകൾ ഒടുവിൽ സംഘം എന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കി തുടങ്ങി എന്നാണ് ചിലരുടെ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു ശരത് പവാർ RSS എന്ന വടവൃക്ഷം അതാണ് മഹാരാഷ്ട്രയിൽ BJPയുടെ വിജയമുണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. RSSനെ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്നാണോ? എന്താണ് മനസ്സിലാക്കിയത്? തീർച്ചയായിട്ടും RSSന്റെ 100-ാം വർഷം ആചരിക്കാൻ പോകുന്ന ഈ വർഷത്തിൽ സംഘത്തിനെ നേരത്തെ പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി സംഘത്തിനെ അവർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നുള്ളതാണ് സത്യം. മഹാരാഷ്ട്രയിലാണ് സംഘത്തിൻ്റെ ജനനം. നാഗ്പൂരിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം 1925 രൂപീകരിക്കുന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയിലെ ശരത് പവാറിനെ പോലെ ഒരു നേതാവ് ഇത്രയും കാലം മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത് തെറ്റാണ്. അദ്ദേഹം അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ തുറന്നു പറയാൻ തന്റെ രാഷ്ട്രീയം അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്, അധികാര രാഷ്ട്രീയം. ഇപ്പോൾ BJP ശക്തമായ ഒരു തിരിച്ചുവരവ് മഹാരാഷ്ട്രയിൽ നടത്തി. ശരത് പവാറിന്റെ പാർട്ടി തന്നെ രണ്ടായി പിളർന്നു. ബഹുഭൂരിപക്ഷം MLA-മാരും അനന്തരവനോടൊപ്പം പോയി. തൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്നുള്ള ഒരു ബോധ്യം. അദ്ദേഹത്തിന് വയസ്സായി, ഇനി പിന്തുടർച്ച മകള് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതൊരു അപകടത്തിലേക്ക് പോകുന്നു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തൻ്റെ സ്ഥാനം ഈ നാഷണലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഒരു അപകടത്തിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ RSSനെ സ്നേഹം വരാൻ കാരണം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനെ മനസ്സിലാക്കിയത് മഹാത്മാഗാന്ധി സംഘത്തിൻ്റെ ക്യാമ്പിൽ വന്നിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. വാർധാ ശിബിരത്തിൽ വന്നിരുന്നു. അദ്ദേഹം അവിടെ വെച്ചൊരു സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തന രീതികളെയും ചോദിച്ച് മനസ്സിലാക്കിയിരുന്നാൽ അറിഞ്ഞിരുന്നു. ഡൽഹിയിലെ ബംഗി കോളേജിൽ നടന്ന ശിബിരത്തിൽ വന്നിരുന്നു. അപ്പോൾ നേതാക്കന്മാരെല്ലാം മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലുള്ള ആളുകൾ, അംബേദ്കറിനെ പോലുള്ള ആളുകൾ എല്ലാവരും കൃത്യമായിട്ടും സംഘത്തെ വിലയിരുത്തിയിരുന്നു, സംഘത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും ശ്രീമതി ഇന്ദിരാഗാന്ധി 75 വരെ RSSനെ അംഗീകരിച്ചിരുന്ന ആളാണ്. പക്ഷേ ബീഹാറിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഡൽഹി ചലോ മാർച്ച്, ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനും അഴിമതിക്കുമെതിരായി നടന്ന മാർച്ച്, അതിനകത്ത് ABVP കൂടി ഉൾപ്പെട്ടുകൊണ്ട് വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച മാർച്ച് ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നാൽ ആ മാർച്ച് ഒരു അധികാര മാറ്റത്തിന് കാരണമായി തീർന്നേക്കുന്ന ഭയന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അന്നു മുതലാണ് തൻ്റെ RSS വിരോധം പ്രകടമാക്കാനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനും RSSനെ നിരോധിക്കാനും സംഘത്തിന്റെ മുഴുവൻ കാര്യകർത്താക്കന്മാരെയും ജയിലിലടയ്ക്കുവാനും അവർ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതില് ഇപ്പോഴേ ശരത് പവാർ പറയുന്നത്, അതായത് നമുക്കെന്തുകൊണ്ട് അങ്ങനെ ഒരു സംഘടന ഇല്ലാണ്ടായി, അതായത് നമുക്കെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നണി ആയിരിക്കും, നേതൃത്വം നൽകുന്ന സംഘം പോലുള്ള ഒരു പ്രസ്ഥാനം ഞങ്ങൾക്കില്ലാതായപ്പോയല്ലോ എന്നാണ് ഖേദിക്കുന്നത്. അല്ല, അവർക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള RSSന്റെ ആദർശവും രാഷ്ട്രീയവും രാഷ്ട്രത്തിന് വേണ്ടിയുള്ളതാണ്, വ്യക്തിക്ക് വേണ്ടിയുള്ളത്. എനിക്കെന്ത് കിട്ടും എന്ന് കരുതിക്കുന്നു. സ്വയം സേവകൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ഈ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളെയാണ് സ്വയം സേവൻ എന്ന് വിളിക്കുക. അവർക്ക് എന്ത് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നേ ഇല്ല. മരണത്തിന്റെ മുന്നണിയിൽ പോലും അവർ പോയി ചാടാൻ കാരണം എന്താ? ഈ രാഷ്ട്രഹിതത്തിന് വേണ്ടിയാണ്. 62-ലെ ചൈന യുദ്ധകാലത്ത് സംഘത്തിന്റെ സ്വയം സേവകർ വളരെ സജീവമായി പങ്കെടുത്തിരുന്നു, രണ്ടാം നിരയായിട്ട്. 1965-ൽ പാകിസ്ഥാൻ ഏകപക്ഷീയമായിട്ട് ഭാരതത്തെ ആക്രമിക്കുമ്പോൾ 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ പത്താൻകോട്ട് നിന്നും ആരംഭിച്ചിട്ടുള്ള ഈ പട്ടാണികളുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു സംഘർഷം ഡൽഹി പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അന്ന് ഡൽഹിയെ സംരക്ഷിക്കാൻ സർദാർ പട്ടേൽ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തോടായിരുന്നു. യഥാർത്ഥ വിവരങ്ങൾ അപ്പോഴപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചുകൊണ്ട് നമ്മൾ പട്ടാളത്തിൻ്റെ മുൻനിരയിൽ നിന്നു. അന്ന് കാശ്മീർ വിമാനത്താവളത്തിന് ആ റൺവേ മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. മഞ്ഞ് മൂടിക്കിടന്ന വിമാനത്താവളം വൃത്തിയാക്കാൻ അന്നത്തെ നഗർ കാര്യവാഹിൻ്റെയും നഗർ സംഘചാലകൻ്റെയും നേതൃത്വത്തിൽ ഏകദേശം 300ഓളം സ്വയംസേവകർ കാശ്മീരിലെ ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ റൺവേയിലെ മഞ്ഞ് മാറ്റിക്കൊടുത്തു. മഞ്ഞ് മാറ്റിക്കൊടുത്തിട്ടാണ് അവിടെ ഡക്കോട്ട വിമാനം ഇറങ്ങാൻ സാധിച്ചത്, ചരക്ക് വിമാനം ഇറങ്ങാൻ സാധിച്ചത്. ഇന്ത്യൻ പട്ടാളക്കാരെയും അതുപോലെയുള്ള ആയുധങ്ങളും പെട്ടെന്ന് എത്തിക്കാൻ അവിടെ സാധിച്ചു. എന്നിട്ടും ഈ ആയുധപ്പെട്ടികളുമായി വന്ന മറ്റൊരു വിമാനം ഈ ലക്ഷ്യം തെറ്റി ആയുധപ്പെട്ടികൾ ഇട്ടുകൊടുത്തത് കോഹ്ലി എന്ന ഗ്രാമം, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള കോഹ്ലി ഗ്രാമത്തിൽ പാകിസ്ഥാൻ ഭാഗത്താണ് ഈ വെടിയുണ്ടകൾ നിറച്ച പെട്ടികൾ വീണത്.
അവിടെ ഉണ്ടായിരുന്ന ശാഖാ മുഖ്യശിഷ്യന്റെ നേതൃത്വത്തിൽ ആ മഞ്ഞിൽ കൂടി ഇഴഞ്ഞഴഞ്ഞു പോയി ഇവർ ആ ആയുധപ്പെട്ടികളിലെടുത്ത് ഇന്ത്യൻ പട്ടാളത്തിന്റെ സമീപത്ത് എത്തിക്കുമ്പോഴേക്കും പാകിസ്ഥാൻ പട്ടാളക്കാരെ വെടിയേറ്റ് ശരീരം ഇങ്ങനെ ചിതലരിച്ചു പോലെ ആയിപ്പോയിരുന്നു. പക്ഷെ ആ മൃതി അടയുന്നതിന് മുമ്പ് തന്നെ, മരിക്കുന്നതിന് മുമ്പ് തന്നെ വന്ദേമാതരം വിളിച്ചുകൊണ്ട് ആ മുഴുവൻ ആയുധപ്പെട്ടികളെയും ഇന്ത്യൻ സൈന്യത്തിന്റെ കടുത്തെത്തിക്കാനും ആ കോഹ്ലി, വളരെ മർമ്മപ്രധാനമായ കോഹ്ലി ഗ്രാമവും ഒരു പോസ്റ്റ് ഓഫീസും പിടിച്ചടക്കുവാനും ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു. അതിലൂടെയാണ് കാശ്മീരിലേക്കുള്ള ഇവരുടെ ഒഴുക്കിനെ തടയാൻ സാധിച്ചത്. ഈ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യം പറഞ്ഞിരുന്നത് EVM തട്ടിപ്പ് നടത്തി എന്നൊക്കെയാണ്. നമ്മുടെ രമേശ് ചെന്നിത്തലയടക്കം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി രമേശ് ചെന്നിത്തലയ്ക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ അല്ല, രമേശ് ചെന്നിത്തലയൊന്നും ബുദ്ധിയില്ലാത്ത ആളുകളല്ലോ. രമേശ് ചെന്നിത്തല കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ സൂചിപ്പിച്ച ഒരു RSS ഇവരെല്ലാം മനസ്സിലാക്കേണ്ട പല കാലഘട്ടങ്ങളിലും ഓരോരോ കാലഘട്ടങ്ങളിൽ പ്രശംസിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവരുടെ രാഷ്ട്രീയമാണ്. RSS വിഭാവനം ചെയ്യുന്ന ഒരു ദേശീയ മുന്നേറ്റം BJPയിലൂടെ സാധ്യമാകുന്നു എന്നുള്ളത് കൊണ്ട് ആ BJP വിരുദ്ധ രാഷ്ട്രീയം പേർന്ന് ഇവരൊക്കെ RSSനെ ഭയക്കുന്നതാണ്. RSSനെ ഭയക്കുന്നതുകൊണ്ടാണ് അവർ മിണ്ടാത്തത്. എന്തുകൊണ്ട് ശരത് പവാർ ഇപ്പൊ അത് പറഞ്ഞു? വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തിയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞത് RSSന്റെ ചിട്ടയായ പ്രവർത്തനമാണ്. RSS ഒരു ഇലക്ഷൻ മാത്രം മുന്നിൽ കണ്ടുവച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല. എല്ലാ രംഗത്തും ഭാരതത്തിന്റെ ശ്രേയസ്, എല്ലാ രംഗത്തും വിശ്വഗുരുവായിട്ട് ഭാരതം മാറണം. ആ ഒരു ചിട്ടയായ പ്രവർത്തനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ശാഖകളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവകത്തിന്റെ ലക്ഷ്യവും പ്രവർത്തനവും ഇവരുദ്ദേശിക്കുന്നത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന്റെ നിർമ്മാണമോ ഭരണകൂടത്തിന്റെ പതനമോ അല്ല RSSന്റെ ലക്ഷ്യം. എന്തായാലും ശരത് പവാർ ഇനി RSSനെ കൂടുതൽ മനസ്സിലാക്കാൻ ശാഖയിലേക്ക് വരാനുള്ള സാധ്യതയാണ്. അല്ല, ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ പലരും ശാഖയിൽ ഇപ്പോ കേരളത്തിലെ പല ആളുകളും ഇപ്പൊ AKGയുടെ അനന്തരവൻ നമ്മുടെ വലിയ പ്രചാരകനാണ് ഓൾ ഇന്ത്യ തലത്തിൽ. RSSനെയൊക്കെ നിശിതമായി വിമർശിക്കുന്ന പലരും ഇപ്പോൾ ഒരു ഡോക്ടർ K ജയപ്രസാദ്, അദ്ദേഹത്തിന്റെ തീസസ് കേരളത്തിലെ RSSന്റെ പ്രവർത്തനം RSSന്റെ വിമർശന രൂപത്തിൽ കണ്ട് തീസസ് ചെയ്യാൻ വന്ന ആളാണ്. അങ്ങനെ ശാഖയിൽ കയറി ഇറങ്ങി. ആ ശാഖയിൽ കയറി ഇറങ്ങിയിട്ട് അദ്ദേഹം സംഘത്തെ മനസ്സിലാക്കി. അതിൽ RSS കാരനായിട്ട് മാറി. പിന്നെ കോഴിക്കോട് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലുണ്ട് ഡോക്ടർ K ജയപ്രസാദ്. ഞാൻ പറഞ്ഞ അങ്ങനെ സംഘത്തെ മനസ്സിലാക്കാമെന്ന് പലരും ഉണ്ട്. ഇപ്പോ ഒരു സംഘത്തെ മനസ്സിലാക്കാൻ വന്നാൽ സംഖ്യയായിട്ട് മാറും. ഒരുപാട് പേരുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. കാരണം സംഘത്തിന്റെ ആശയം വളരെ സ്പഷ്ടമാണ്. അതിനകത്ത് വെള്ളം ചേർക്കാനൊന്നും സംഘം തയ്യാറായിട്ടില്ല. സംഘത്തിനൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, രാഷ്ട്രത്തിന്റെ പരമവൈഭവമാണ്. നിതാന്ത ജാഗ്രതയോടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രതന്മയ്ക്ക് വേണ്ടി, അതിനകത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവണോ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയാവണോ, അല്ലെങ്കിൽ രാഹുൽ പ്രധാനമന്ത്രിയാവണോ നമ്മുടെ ലക്ഷ്യമല്ല. പിന്നെ ഈ ലക്ഷ്യത്തിലേക്ക് പോകുന്ന സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉപോത്പന്നമായി പലതും സംഭവിക്കുക രാഷ്ട്രനന്മയ്ക്ക് വേണ്ടി. എന്തായാലും ഈ ശരത് പവാറിന് കിട്ടിയ തിരിച്ചറിവ് ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിന്റെ എല്ലാ എല്ലാ നേതാക്കന്മാർക്കും എന്തായാലും ഓരോ തെരഞ്ഞെടുപ്പിലും BJP ജയിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇനിയും EVM കുറ്റം പറഞ്ഞാൽ ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഇരട്ടത്തപ്പാണ്. രണ്ട് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംസ്ഥാനങ്ങളിൽ BJP ജയിക്കുന്നു, ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് ജയിക്കുന്നു. അപ്പൊ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ അവിടെ EVM കുറ്റപ്പെടുത്തിയല്ലോ അവര്. തീർച്ചയായും ഇവിടെയും വയനാട്ടിലൊക്കെ കോൺഗ്രസ്, ഡൽഹിയിലും പഞ്ചാബിലും പിന്നെ AAP ജയിച്ചപ്പോ EVM കുറ്റപ്പെടുത്തിയില്ലല്ലോ. എന്തുകൊണ്ട് BJP ജയിക്കുമ്പോൾ മാത്രം EVM കുറ്റപ്പെടുത്തുന്നു? അപ്പൊ അതൊരു കാപട്യമാണ്. അത് നമ്മുടെ നിയമ സംവിധാനത്തെയും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും വിദേശികളിലേക്ക് മുമ്പിൽ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വില കുറച്ച് കാണിക്കാനുള്ള ഹീനമായ തന്ത്രമാണ്. അതായത് ശരിക്കും പറഞ്ഞ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനമാണ്.